ഹായ് ഫ്രണ്ട്സ്, വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റിന് ഒരു യെല്ലോയിഷ് കളർ ചെറുതായിട്ട്. നിങ്ങൾക്കത് ലെഫ്റ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും മാറ്റണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ഹാക്ക് പ്രയോഗിക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ കണ്ടതുപോലെ തന്നെ ഒരു പേസ്റ്റും, കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റും, ഒരു നാരങ്ങയും ഒരു ബേക്കിംഗ് സോഡയും എടുത്തു. എന്നിട്ട് നാരങ്ങയുടെ പുറത്തോട്ട് ഈ പേസ്റ്റ് കുറച്ച് ഒരു ചെറിയ പോർഷൻ ഇട്ടിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് ഇട്ടു. എന്നിട്ട് ആ ലെമൺ വെച്ച് റബ്ബ് ചെയ്യാമെന്ന് വിചാരിച്ചോണ്ട് അതൊന്ന് വെച്ച് റൗണ്ടായിട്ട് ഉരയ്ക്കാമെന്ന് വെച്ചോണ്ട് ഇതിനകത്ത് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ആ ബേക്കിംഗ് സോഡ പേസ്റ്റിൻ്റെ പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ലെമൺ നാരങ്ങയുടെ പുറത്തോട്ടെ. ഇനി ഇത് വെച്ച് റബ്ബ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് റൗണ്ടായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ പുറത്ത് റബ്ബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും മേളിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുറച്ച് നേരം റബ്ബ് ചെയ്ത് റൗണ്ടായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ അതിപ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. നമ്മുടെ ഈ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ റബ്ബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 4 മിനിറ്റ് ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും ഞാനത് സ്ക്രബ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇനി ഇതിപ്പം കളയാതെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് വിട്ടേക്കാം, കുറച്ച് നേരത്തേക്ക്, ഒരു 10-15 മിനിറ്റത്തേക്ക്. ഓക്കെ, നമുക്ക് എന്താ സംഭവിക്കുന്നത്, എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷനോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം. കോൾഗേറ്റും ബേക്കിംഗ് സോഡയും ലെമൺ സിട്രിക് ആസിഡും എല്ലാം ഉള്ളതല്ലേ, എന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. ഉള്ളൊരു 10-15 മിനിറ്റത്തേക്ക് അങ്ങനെ വിട്ടേക്കാം. എനിക്കൊരു തൃപ്തി തന്നിട്ടാണ് പിന്നെയും അതിങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേയിരുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാനേ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്കും ഇത് കൊടുക്കേണ്ട വണ്ടിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം മതിയല്ലോ അതും പറഞ്ഞ് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഹാക്ക് പ്രയോഗിച്ച് അതങ്ങ് സോർട്ട് ഔട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല ബെറ്റർ ഐഡിയ ആണ്. നമുക്കിപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്നാൽ പിന്നെ ഇതൊന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് എടുത്ത് ഫുള്ള് തൂത്തെടുത്ത് നോക്കാം, എന്താ മാറ്റം സംഭവിച്ചേ, സംഭവം ക്ലിയർ ആയോ, ആ യെല്ലോയിഷ് കളർ പോയോ ഇല്ലയോ എന്നറിയാമല്ലോ. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ളായിട്ടൊന്ന് തൂത്ത് എടുത്ത് നോക്കാം. ആസ് ഓഫ് നൗ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പഴയ ഒരു ചെറിയ ലെയർ പോലെ അങ്ങനെ പെട്ടെന്ന് അത് മനസ്സിലാകത്തൊന്നുമില്ല. ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പരിപാടി മുഴുവൻ, ഈ മെനക്കേട് മെനക്കെട്ടത് രാവിലെ. പക്ഷേ എനിക്ക് ഇതുവരെ തൂത്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ഏതായാലും മുഴുവനായിട്ട് തൂത്തെടുത്ത് നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ശരിക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഇതുവരെ കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഈ ചെയ്ത പണിയൊക്കെ വേസ്റ്റ് ആയെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെയ്തൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇതുകൊണ്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ചുമ്മാ ബ്ലൈൻഡായിട്ടൊരു വീഡിയോ കണ്ട് അത് വിശ്വസിച്ചത് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ പോകരുത്. ഒത്തിരി യൂട്യൂബ് ഹാക്സ് എന്നും ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോകൾ വരുന്നുണ്ട്.